സംസ്ഥാനത്ത് എയിംസ് സ്ഥാപിക്കാൻ വൈക്കം വെള്ളൂരിലെ KPPLന്റെ സ്ഥലവും സംസ്ഥാന സർക്കാരിന്റെ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചതായി സൂചന. വൈക്കം MLA കെ ബിനിമോനും പിറവം MLA അനൂപ് ജേക്കബും പെരുവ ജനകീയ പ്രതികരണ വേദി അടക്കമുള്ള 4ഓളം ശുപാർശകൾ കൂടി പരിഗണിച്ചാണ് വൈക്കത്തെ വെള്ളൂർ കൂടി സംസ്ഥാന സർക്കാരിൻ്റെ ലിസ്റ്റിൽ സ്ഥാനം പിടിക്കുന്നത്. എയിംസ് സ്ഥാപിക്കാനുള്ള പരിഗണനയ്ക്കായി ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് ആരോഗ്യ സെക്രട്ടറി നൽകിയ ലിസ്റ്റിലാണ് വൈക്കം വെള്ളൂരിന് പരിഗണന കിട്ടിയിരിക്കുന്നത്. നിലവിൽ വെള്ളൂരിലെ KPPLന്റെ ഭൂമി വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ സർക്കാർ വക ഭൂമിയായാണുള്ളത്. ഈ 700 ഏക്കറോളം വരുന്ന ഭൂമിയിൽ 300 ഏക്കറിലാണ് KPPL പ്രവർത്തിക്കുന്നത്. 164 ഏക്കർ റബ്ബർ ലിമിറ്റഡിന് നൽകിയിട്ടും 300 ഏക്കറോളം ഭൂമി വെറുതെ കിടന്ന് കാടുപിടിക്കുകയാണ്. മാനദണ്ഡപ്രകാരം എയിംസ് സ്ഥാപിക്കാനായി 200 ഏക്കർ സ്ഥലമാണ് വേണ്ടത്. ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാതെ ഇവിടെ സർക്കാർ സ്ഥലം ലഭ്യമാക്കാനാകുമെന്നതാണ് വൈക്കം വെള്ളൂരിലെ സ്ഥലത്തിൻ്റെ പ്രത്യേകത. കൂടാതെ അടിസ്ഥാന സൗകര്യമായ വെള്ളം, വൈദ്യുതി, യാത്രാ സൗകര്യങ്ങൾ എന്നിവയും സംസ്ഥാനത്തിൻ്റെ മധ്യഭാഗത്തായി എയിംസ് സ്ഥാപിച്ചാൽ എല്ലാ ജില്ലക്കാർക്കും ഒരുപോലെ സൗകര്യപ്രദമാകും എന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത് കേരളത്തിന്റെ മധ്യഭാഗമാണ് കോട്ടയം എന്ന് പറയുന്നത്. വൈക്കം നിയോജകമണ്ഡലത്തിൽ വൈക്കം എന്ന് പറയുമ്പോൾ ഇത് എല്ലാവർക്കും വന്നു ചേരുവാൻ ഇത് പ്രയോജനപ്പെടുത്തുക. മൂവാറ്റുപുഴയാറിലെ ജലലഭ്യത, KPPLനായി സജ്ജീകരിച്ചിരിക്കുന്ന വൈദ്യുതി സംവിധാനം, ജല, റെയിൽ, വിമാന, റോഡ് യാത്രാ മാർഗവും വെള്ളൂരിൻ്റെ സാധ്യതാ ലിസ്റ്റിൽ പ്രഥമ പരിഗണനയ്ക്ക് കാരണമാവുന്നതായാണ് വിവരം. ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം തയ്യാറാക്കിയ ആധികാരിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വെള്ളൂർ പരിഗണിക്കണമെന്ന ശക്തമായ ആവശ്യമുയർന്നത്. ഇതിൻ്റെ വർഷങ്ങളായി ഇതുമായിട്ട് വളരെ പഠനം നടത്തി അതിൻ്റെ സാധ്യതകൾ കൃത്യമായി പഠിച്ച് അവർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുരളീധരൻ സാറിന് അടക്കം ഇത് നൽകി ഇതിന്റെ പുറകെ ന്യൂസ് ടീം വൈക്കം വാർത്ത.